നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ മതങ്ങളും ജാതികളും സമുദായ സംഘടനകളും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെക്കാൾ പ്രധാനമായും കളം പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കാം. ശശി തരൂർ ഇപ്പോഴും സിറ്റിംഗ് MP ആണല്ലോ. തരൂർ ആദ്യം വന്നപ്പോൾ തിരുവനന്തപുരത്തെ നല്ല നായന്മാർ നായരായിട്ട് അംഗീകരിച്ചില്ല. VS ശിവകുമാറിൻ്റെ സീറ്റ് തട്ടിപ്പറിച്ചതായിരുന്നു അവരുടെ പ്രതികരണം. NSSും വേണ്ടത്ര തുണച്ചില്ല. തരൂരിൻ്റെ വേഷവും മോദി മോഡൽ ഷാളും അരിസ്റ്റോട്ടിലിൻ്റെയും ബെർണാഡ് ഷായുടെ സൂക്തങ്ങളടങ്ങിയ പ്രസംഗവും ആദ്യമൊക്കെ ബുദ്ധിജീവികളെയൊക്കെ കീഴടക്കി. ഹിന്ദുക്കളിലെ ഒരു നല്ല വിഭാഗം തരൂരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. BJPയെ തോൽപ്പിക്കുകയും ചെയ്തു. തരൂരിനെ ഇപ്പോൾ പെരുന്നയിലെ പോപ്പ് ഒരു വിശ്വ പൗരനും അതിനോടൊപ്പം തന്നെ വിശ്വനായരായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനക്കാരനായ BJP തരൂരിനെ നേരിടാൻ IT വിദഗ്ധനായ രാജീവ് ചന്ദ്രശേഖരൻ നമ്പ്യാരെയാണ് ഇറക്കിയിരിക്കുന്നത്. 2 കേന്ദ്രമന്ത്രിമാർ അടുത്തടുത്ത് മത്സരിക്കുന്നു എന്നത് BJPയുടെ സംഘടനാ രംഗത്തെ കൊഴിപ്പിക്കും. IT മേഖലയെ അടങ്കലോടെ പിടിക്കാനാണ് BJPയുടെ ടാർഗറ്റ്. ബ്രാഹ്മണരെയും നായന്മാരെയും തരൂരിൽ നിന്ന് അടർത്തുകയാണ് ആദ്യ അജണ്ട. രാജീവ് ചന്ദ്രശേഖർ ഇംഗ്ലീഷ് പ്രസംഗം തുടങ്ങിയിട്ടില്ല. NSS കരയോഗങ്ങളിലെ സംഘടനാ പിൻബലം മുതലാക്കാൻ BJP നന്നായി പരിശ്രമിക്കുന്നുമുണ്ട്. MN ഗോവിന്ദൻ നായർ, KV സുരേന്ദ്രനാഥ്, PK വാസുദേവൻ നായർ, പന്നിയൻ രവീന്ദ്രൻ ഇവരെല്ലാം CPI MPമാരായിരുന്നു. നീലലോഹിതദാസൻ നാടാർ, ചാൾസ് എന്നീ പരീക്ഷണങ്ങൾക്ക് ശേഷം ലീഡർ K കരുണാകരൻ്റെ തമാശ പരീക്ഷണമായിരുന്നു പന്നിയൻ വിജയിച്ചു. പന്നിയൻ കരുണാകരൻ സാറിന് ലഡ്ഡു കൊടുത്ത കഥ ലീഡറുടെ രാഷ്ട്രീയ തമാശക്കഥയിലെ ഒരു മറക്കാത്ത അധ്യായമാണല്ലോ. പഴയ ചിറയിൻ കീഴാണ് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ. സ്ഥാനാർത്ഥികൾ 3ഉം ഒന്നാം തരം നല്ല ഈഴവരാണ്. വർക്കല അണ്ണൻ, അതായത് വർക്കല രാധാകൃഷ്ണൻ സ്പീക്കറായിരിക്കുമ്പോൾ ചിറയിൻ കീഴിൻ്റെ ഈഴവ പാരമ്പര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. അടൂർ പ്രകാശ് തോൽപ്പിച്ച A സമ്പത്ത് വീണ്ടും വരുന്നു എന്ന് കേട്ടെങ്കിലുമൊക്കെ VP ജോയിയാണ് പിന്നീട് CPM ഇറക്കിയത്. VP ജോയി അങ്ങനെ കളം പിടിച്ച് നിൽക്കുകയാണ്. പേര് കേട്ടാൽ ക്രിസ്ത്യാനിയാണെന്ന് തോന്നുമെങ്കിലും ജോയി നല്ല ഒന്നാം തര ഈഴവൻ തന്നെയാണ്. വർക്കലക്കാർ പരീക്ഷിച്ചറിഞ്ഞ ഒരു സത്യമാണ്. BJP സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി V മുരളീധരൻ 1 വർഷമായി പ്രവർത്തനം തുടങ്ങിയതാണ്. ശോഭാ സുരേന്ദ്രൻ നേടിയ 2.5 ലക്ഷത്തിൻ്റെ മേലുള്ള വോട്ടിൻ്റെ ബാക്കി പത്രത്തിൻ്റെ മുകളിലാണ് മുരളീധരൻ്റെ തേരോട്ടം. ഭാര്യ പന്തളത്തുകാരിയായ നായർ സമുദായക്കാരിയാണ്. ഒന്നിലും പെടാത്ത നായർ മുസ്ലിം വോട്ടുകൾ നിർണായകമായി മാറും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. തൃശ്ശൂരാണ് BJPയുടെ A ക്ലാസ് മണ്ഡലം. അതിനോടൊപ്പം തന്നെ A ക്ലാസ് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ഇവിടെ LDF 2ഉം കൽപ്പിച്ചാണ് ഇത്തവണ സുനിൽകുമാറിനെ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോറ്റിടത്ത് ഇത്തവണ CPI ഒരു ഈഴവ പരീക്ഷണം നടത്തുകയാണ്. സിറ്റിംഗ് MP TN പ്രതാപൻ ധീവര സമുദായക്കാരനാണ്. മത്സ്യത്തൊഴിലാളി വിഷയങ്ങൾ രംഗത്ത് വന്നതോടെ പുറം ലോകം അതറിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ തോൽപ്പിച്ച കരുണാകരൻ്റെ തട്ടകമായ തൃശ്ശൂരിൽ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ ഇത്തവണ സുരേഷ് ഗോപിക്കൊരു മുതൽക്കൂട്ടാകും. എങ്കിലും ക്രിസ്ത്യൻ വോട്ടായിരിക്കും തൃശ്ശൂരിൻ്റെ വിധി നിർണയിക്കുക. കേരളത്തിലെ 2 സീനിയർ കോൺഗ്രസ് നേതാക്കൾ K കരുണാകരനും AK ആൻ്റണിയും അവരുടെ 2 പേരുടെയും മക്കളായ പത്മജയെയും അനിലിനെയും BJP എടുത്തു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അനിൽ ആൻ്റണിയാണ് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി. K സുരേന്ദ്രൻ നേടിയ വോട്ടാണ് അനിൽ ആൻ്റണിയുടെ അടിത്തറ. സിറ്റിംഗ് UDF MP ആൻഡോ ആൻ്റണി, മുൻ മന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെ 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ കളം കലക്കുമ്പോൾ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളും ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളും കൂടുതൽ കിട്ടുന്നവർ ജയിക്കും. ആൻഡോ ആൻ്റണിയും അനിൽ ആൻ്റണിയും കത്തോലിക്കരാണ്. തോമസ് ഐസക് ഓർത്തഡോക്സ് കത്തോലിക്കനും. യാക്കോബായ സഭയുടെ ഉള്ളറകളറിയാവുന്ന മന്ത്രി വീണ ജോർജും സുരേന്ദ്രനും തമ്മിലും ജയിച്ച
ആൻ്റോ ആൻ്റണിയും തമ്മിലും 45,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ശബരിമലയിലെ അയ്യപ്പനും അവിടെ തന്നെയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കക്ഷി ചേർന്നിട്ടില്ല അയ്യപ്പനെ കളത്തിലിറക്കണമെങ്കിൽ സുപ്രീം കോടതി കനിയണം. പാലക്കാട് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. AKG വിജയിച്ച നാട്. EMSൻ്റെ സ്വന്തം പട്ടാമ്പിയും ആലത്തൂരും. അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ വോട്ട് ചെയ്യുന്നവർ 1970 കമ്മ്യൂണിസം ജാതി അടിസ്ഥാനത്തിലാക്കി. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന EMSൻ്റെ ഭൂരിപക്ഷം 1700-ലെത്തി. എതിരാളി കോൺഗ്രസിലൂടെ ഈഴവ രാഷ്ട്രീയത്തിൻ്റെ ചാല് തുറന്നു. കോൺഗ്രസ് രാഷ്ട്രീയം കയ്യിലെടുത്തു. കമ്മ്യൂണിസം അതിന് വഴിമാറിക്കൊടുക്കുകയും ചെയ്തു. പാലക്കാടാണിപ്പോൾ ജാതി മത്സരം നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ മുൻ MP, ഈഴവ സമുദായക്കാരനാണെങ്കിലും ഭാര്യ മന്ത്രി ബിന്ദു നായരാണ്. സിറ്റിംഗ് MP ശ്രീകണ്ഠൻ നായർ വോട്ട് നേടി വിജയിച്ചുകൊണ്ടിരുന്ന മന്ത്രി MP രാജേഷിനെ തോൽപ്പിച്ച ആളാണ്. BJPയുടെ C കൃഷ്ണകുമാറും നായർ സമുദായക്കാരനാണ്. ഉപജാതി നോക്കാറില്ലെന്നും OBC, EBC, SC, ST വിഭജനം മാത്രമേ സ്ഥാനാർത്ഥി നിർണയത്തിൽ നോക്കാറുള്ളൂ എന്നും രാഷ്ട്രീയ പാർട്ടികൾ വാശി പിടിക്കാറുണ്ടെങ്കിലും മറുഭാഗത്തു നിന്നും ബാങ്ക് വിളികളും കൂട്ടമണികളും മുഴങ്ങുമ്പോൾ താനെ വാവിളർന്നു പോകും. EMS പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിച്ച പാലക്കാടും ആലത്തൂരും തിരിച്ചുപിടിക്കാൻ നിശ്ചയിച്ച നേതാക്കളെ ആധുനിക ജാതി രാഷ്ട്രീയം സഹായിക്കുമോ? മുസ്ലിം ലീഗിൻ്റെ കോട്ട പിന്നിടുമ്പോൾ മലപ്പുറത്തിൻ്റെ 2 മണ്ഡലങ്ങളായ മലപ്പുറവും പൊന്നാനിയും ലീഗിനെന്നും പരീക്ഷണങ്ങളാണ്. ET മുഹമ്മദ് ബഷീറും സമദാനിയും ലീഗിൻ്റെ കരുത്തരായ സ്ഥാനാർത്ഥികളാണ്. സ്വന്തം വീടുകളിലെ വോട്ട് ചോർച്ച മനസ്സിലാക്കി ലീഗ് നേതൃത്വം ഇപ്പോൾ കുടുംബസംഗമം ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെയും പൊന്നാനിയിലെ നിവേദിത സുബ്രഹ്മണ്യത്തിൻ്റെയും വോട്ടുകളിൽ ഒരു മുന്നണികൾക്കും ആശങ്കയില്ല. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ലീഗ് നടപടിയെടുത്ത ഒരാളിന് ലീഗുകാർ വോട്ട് ചെയ്യുമോ? പൊന്നാനി ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു സാംസ്കാരിക മണ്ഡലമാണ്. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ നാട്. മത്സരം കടിപ്പിച്ചെടുത്താൽ പാർട്ടിയുടെ ദേശീയ അക്കൗണ്ടിലെ വോട്ടെണ്ണം വരെ കൂട്ടാൻ കഴിയും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ നിരക്കുന്നതിന് മുമ്പ് സമുദായ അടിയൊഴുക്കുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് എവിടെ വരെ എത്തും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മറ്റു മണ്ഡലങ്ങൾ അടുത്ത ലക്കത്തിൽ തുടരും.